ഹരേ മുകുന്ദ ഗോവിന്ദ ഗോവിന്ദ. നമ്മളേറ്റവും ദശമസ്കന്ധത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വിശേഷപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ രാസം എന്നുള്ള 5 അധ്യായം, രാസപഞ്ചായി അധ്യായം എന്നാണ് പറയുക ഇവിടെ. ഈ ഒരു രാസലീല ഇന്നും ജനങ്ങളുടെ മധ്യത്തിൽ, ലൗകികമായിട്ടുള്ള പ്രാകൃതരായിട്ടുള്ള ജനങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എത്താത്തതിൻ്റെ പേരിൽ പല വിധത്തില് വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് പോകുന്നു. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒന്ന്, പല വിധത്തിലുള്ള പ്രതിഭാസങ്ങളെ ഭഗവാൻ തരണം ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ മൽഭയാൽവാതിവാതോയം അല്ലെ, സൂര്യസ്തപതി മൽഭയാൽ, ഇവിടെ കാറ്റ് വീശുന്നുണ്ട് എങ്കിൽ, സൂര്യൻ തപിക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ എൻ്റെ അധീനത്തിലാണ് എന്നത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് നമുക്ക് ഇതിനു മുമ്പുള്ള ലീലകളൊക്കെ കാണാൻ സാധിക്കും. ശകടാസുരവധം, തൃണാവർത്തവധം അല്ലെ, കാറ്റിനെ ജയിക്കുക, പിന്നെ ഗാണ്ഡവ ദഹനം, അഗ്നിയെ ജയിക്കുക. ഇപ്പൊ ഇത് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഇത് വരുണനെ ജയിച്ചു, ഇന്ദ്രനെ ജയിച്ചു. ഇപ്പൊ ലോകപാലന്മാരെയും എല്ലാവരും താൻ ഈ ഒരു മനുഷ്യരൂപം സ്വീകരിച്ചതായിട്ടുള്ള പരബ്രഹ്മമാണ് എന്ന് ജനങ്ങളെ തെളിയിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലീലകളുടെ ഏറ്റവും വലിയ മഹത്വം. അതാണ്. ഇനി അതിലുപരി നമുക്ക് എന്താണ് ഈ ദശമസ്കന്ധത്തിന്റെ ലക്ഷണം എന്താണ്? നിരോധം അല്ലെ. നിരോധം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളെയും, ലൗകികമായിട്ടുള്ള എന്ത് ബന്ധങ്ങളെയും ആ ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനിലേക്ക് ബന്ധപ്പെടുത്തുക. ഈ ഒരു ലക്ഷണം നമുക്ക് വരുമ്പോൾ നമുക്കിത് ലൗകികമായിട്ടുള്ള ഒരു പ്രേമത്തിലൂടെ ഈ ഒരു പ്രാകൃത സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്ന് നമുക്ക് അതിനെ കാണിക്കുന്നത് നമ്മളുടെ അറിവുകേടാണ്. അപ്പൊ ദശമത്തിന്റെ ലക്ഷണം തന്നെ നിരോധമാണ്. നിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള ഏത് കാമനകള്, നമ്മളുടെ ആ ഷഡ്വൈരികളായിട്ടുള്ള അതെല്ലാം നിരോധിച്ച് ഭഗവാനോട് ചേർന്ന് നിൽക്കുക. ഇനിയിപ്പം ഇത് നിരോധിച്ച് ഭഗവാനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയണ്ട. പിന്നെയോ, ഇത് നിരോധിക്കുമ്പോൾ ഭഗവാനായി അവിടെ. ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ ഉള്ളിലുള്ള അല്ലെ, നിർമ്മലമായിട്ടുള്ള യാതൊരുവിധ കാപട്യവുമില്ലാത്ത ആ ശുദ്ധഭാവത്തോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് രാസക്രീഡ തുടങ്ങുമ്പോൾ തന്നെ ഇനി ആരും സംശയിക്കേണ്ട, ഭഗവാനപി യോഗമാശ്രിത, യോഗമായാം ഉപാശ്രിത, ഭഗവാൻ പോലും എന്നുള്ള രീതിയിലാണ് അവിടെ. കാലങ്ങള്, ഋതുക്കള്, ഈ ഋതുക്കളെയൊക്കെ ഭഗവാന്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഋതുക്കളെ കുറിച്ചൊക്കെ നമ്മൾ 19ാമത്തെ അധ്യായത്തിലെ ഋതുക്കളെ തന്നെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ഓരോ ഘട്ടങ്ങള്, ഇപ്പം 22 കാർത്യായനി പൂജ, ഹേമന്തേ മാസി അല്ലെ, ഹേമന്തം എന്നുള്ളൊരു ഋതുകാലത്താണ് അവരുടെ കാർത്യായനി പൂജയൊക്കെ ഉണ്ടായത്. അന്നാണ് ഭഗവാൻ പറഞ്ഞത്, ഇനി ഒരിക്കൽ ഒരു ശരത്കാലം വരും, ആ ശരത്കാലത്തിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തരും എന്ന് അവർക്ക് അന്ന് കൊടുത്തു. അപ്പം ഈ ഒരു ശരത്കാലം വന്നതിനെ അവിടെ കാണിക്കുകയാണ്. എന്താണ്? ഭഗവാനപിതാരാത്രി ശരദോത്ഫുല്ല മല്ലികാഹ വീക്ഷ്യരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. ശരത്കാലങ്ങളില് മുല്ലപ്പൂ ധാരാളം ഉണ്ടാകുന്ന സമയം, മുല്ലപ്പൂക്കള് വിടർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ
മുല്ലപ്പൂ വിടർന്നു നിൽക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് അല്ലെ, കണ്ണിന് സൗരഭ്യം, അതുപോലെ ഇതാ എന്താ നാസിക്ക് സൗരഭ്യം, കണ്ണിന് കാഴ്ച, നല്ല കാഴ്ച, പിന്നെ ഗന്ധം കൊണ്ട് നമ്മൾ അതിനെ ആസ്വദിക്കുന്നു, ആകൃതി കൊണ്ട് നമ്മൾ അതിനെ ആസ്വദിക്കുന്നു. പോരാ, അതെടുത്ത് നമ്മള് അല്ലെ നമ്മളുടെ സൗന്ദര്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ മുല്ല പൂക്കള് അല്ലെ, ഏത് സ്ത്രീകളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ പറയും ആ കാർകൂന്തല് മുഴുവൻ അല്ലെ വെളുപ്പാക്കി മാറ്റുകയാണ്. ഇന്ന് സാധാരണ എല്ലാവരും വെളുപ്പ് കറുപ്പാക്കുക. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മഹത്വം, അതാണ്. അപ്പൊ ഈ ശരത്കാലങ്ങളിൽ മുല്ലപ്പൂ വിടർന്നു നിൽക്കുന്നതായിട്ട് കണ്ടതായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു, വേഗം. അപ്പം ഭഗവാന്റെ ഉദ്ദേശം എന്താണ് ശരിക്കും? ഭഗവാന്റെ ഉദ്ദേശം ആൾക്കാരെ അല്ലെ എന്താണ്, ഗോപികമാരെ മനസ്സിനോട് ചേർത്ത് നിർത്തുക. ഏത് മനസ്സിനോട്? കാപട്യമില്ലാത്ത ആ ഉള്ളിലുള്ള ജീവനെ, ആ ജീവനെ യഥാർത്ഥമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള എന്നോട് ചേർത്ത് നിർത്തുക. ഇതാണ് സത്യത്തിൽ അതാണ്. അപ്പം നമ്മളുടെ ഉള്ളില് ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? വീക്ഷ്യ രന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. അവിടെ യോഗമായയെ കൂട്ടുപിടിച്ചു എന്ന് പറയാണ്. യോഗമായയെ അവലംബിച്ചുകൊണ്ട് എന്തിന്? മനശ്ചക്രയെ രന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. അതായത് ആ മനസ്സിന്റെ വ്യാപാരത്തെ രമിപ്പിക്കുവാൻ വേണ്ടി, എന്തിൽ രമിപ്പിക്കുവാൻ വേണ്ടി? ശുദ്ധമായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യോഗമായയെ അവിടുന്ന് അവലംബിച്ച് രമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ മനസ്സിനെ പ്രേരിപ്പിച്ചു എന്ന് പറയാണ്. അപ്പം നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കലാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഉള്ളില് കാമം അല്ലെങ്കിൽ ആഗ്രഹങ്ങള് അത് സാധൂകരിച്ചു കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം. അപ്പൊ ഇവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉള്ളിൽ വികാരങ്ങള് അല്ലെ, ദുഷ്ടവിചാരങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് മനസ്സ് സന്തോഷിക്കുന്നത്. അപ്പോ ഇവിടെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ലീലകൾ മുഴുവൻ ആസ്വദിച്ചതായിട്ടുള്ള ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് കണ്ണന്റെ ഒരു ചിരി, കണ്ണന്റെ ഒരു ദേഷ്യം, കണ്ണന്റെ ഒരു വികൃതി, കണ്ണന്റെ ഒരു കുറുമ്പ്, ഇതെല്ലാം അവർക്ക് ആസ്വാദനമാണ് ശരിക്കും. അപ്പൊ അത് ആസ്വദിക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തായി? എല്ലാം അവരിൽ നിന്ന് വിട്ടു, ബന്ധങ്ങൾ മുഴുവൻ അവർക്ക് വിട്ടു. ഭർത്താക്കന്മാരായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇതെല്ലാം വിട്ട് അവരെന്തായി? കൃഷ്ണോഹം എന്നുള്ള ഒരു ഉറച്ച മനസ്സിലേക്ക് അവർ മാറി. ഇവിടെ ശരിക്ക് അവിടെ മുമ്പ് ആ ഹേമന്തത്തില് ഭഗവാനോട് ഒത്ത് രമിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ഗോപകന്യമാര് എല്ലാവരും കൂടി കാർത്യായനി വ്രതം നോക്കി. എന്താണ് അവിടെ പറയുന്നത്? കാത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരൊറ്റ ബന്ധുവേ ഉള്ളൂ. ആരേ ഉള്ളൂ? ഒറ്റ ബന്ധുവേ നമുക്കുള്ളൂ. ആരോ ഉള്ളു? തനിക്ക് താനേ ഉള്ളൂ എന്ന് പറയാറില്ലേ? എത്ര നമ്മള് ഇനി സുഖ സൗകര്യങ്ങളോടുകൂടി, സമ്പത്തായിക്കോട്ടെ, ബന്ധുബലമായിക്കോട്ടെ, എന്തൊക്കെ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവസാന നിമിഷമായി കഴിഞ്ഞാൽ ശ്വാസം വലിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ശ്വാസം വലിക്കാൻ കോടി രൂപ ഉണ്ടെങ്കിൽ ശ്വാസത്തിന് അവർക്ക് ശ്വാസം വലിച്ചു തരാൻ സാധിക്കുമോ? എവിടെയെങ്കിലും പോയി പിന്നെ എന്താണ് ഓൺലൈനിൽ കിട്ടുമോ? ഇല്ലേ? ഇന്ന് പലരും ആശ്രയങ്ങളൊന്നും വേണ്ട, ഓൺലൈനിൽ സ്വയമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ കിട്ടുമോ? ഇല്ല. നമുക്ക് അപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആരായിരിക്കും? നമ്മളുടെ ഉള്ളിലുള്ള ആ കണ്ണൻ മാത്രമേ ഉള്ളൂ. ആരാ നമ്മളുടെ ഉള്ളിലുള്ള കണ്ണൻ? നമ്മളുടെ ഉള്ളിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞാൽ, കണ്ണൻ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു കസേരയുണ്ട്.
എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ വിളിക്കലൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒരു ദിവസം പോലും ഓർക്കാത്ത ദിവസമില്ല. അതെന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായിരുന്നു ഞങ്ങളുടെ അടുപ്പം. അപ്പം ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ ഒരു മെസ്സേജും ഇല്ല, ഒന്ന് വിളിക്കുക പോലും ഇല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കസേരയുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതാണ്. എന്നും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം എന്നും ഉണ്ട് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലുള്ള ആ സ്ഥാനം, ഭഗവാനായിട്ടുള്ള ഒരു സ്ഥാനം, അതെന്നും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുക. ഇത് ഈ ഒരു രീതിയിൽ ഇതാണ് കാത്യായനി മഹാമായേ മഹായോഗിൻ നദീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുത്തേ നമ. ഭഗവാനുള്ള പ്രാർത്ഥന അതാണ്. ഹേ ഗുരുവായൂരപ്പ, എന്റെ പതിയായിക്കൊണ്ട് എന്നെ എപ്പോഴും ഈ കൊണ്ട് നടക്കുന്നതായിട്ടുള്ള, എൻ്റെ ഈ ശരീരത്തെ കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ ഭഗവാന് ഒരു ഇരിപ്പിടം എന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ എന്നും അങ്ങ് അവിടെ ഉണ്ടാവണേ. അങ്ങ് എൻ്റെ ഈ എന്താണ് യാത്രയെ യാതൊരുവിധ കേടും കൂടാതെ മുമ്പോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന. ഇതായിരുന്നു അവര് കാത്യായനി വ്രതത്തില് അവർ പ്രാർത്ഥിച്ചിരുന്നതാണ്. അപ്പം ഭഗവാന്റെ ആ ഒരു സാമീപ്യം എന്നും ഞങ്ങൾക്ക് ഉണ്ടാവണേ ഗുരുവായൂരപ്പ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് ഭഗവാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഭഗവാൻ അവിടുന്ന് അന്ന് അവരോട് പറഞ്ഞു, ഇനി ഒരു ശരത്കാലം വരും, അന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇംഗിതം ഞാൻ സാധിച്ചു തരും എന്നവിടെ പറഞ്ഞു. അവിടെ യാതാബലാവ്രജം സിദ്ധാമായേ മാരിംസ്യധക്ഷപാഹ യതുദ്ദിശ്യ വ്രതമിതം ചേരുരാര്യർച്ചനം സതി. അപ്പൊ ഈ വ്രതാനുഷ്ഠാനത്തിന് ഇടപെട്ടതില് ധാരാളം കന്യകമാരാണെന്ന് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നു അല്ലേ? എന്നാൽ ഭഗവാന്റെ തൻ്റെ ഒരു പതിത്വം നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് അവിടെ കന്യകമാരായിരുന്നുവെങ്കിലും രാസക്രീഡയിലേക്ക് പങ്കെടുക്കുവാൻ വന്നവരില് ധാരാളം വിവാഹിതരായിട്ടുള്ളവരുണ്ടായിരുന്നു. വിവാഹം കഴിക്കാത്ത കന്യകമാരാണെന്ന് ആണ് രാസലീലയെന്ന് പറയുന്നില്ല, അല്ലാതെ പറയുന്നുണ്ട് താൻ. അപ്പം ആ വിവാഹം കഴിഞ്ഞവരും ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു ലൗകിക ഭാഷയല്ല അവിടെ. എല്ലാവരുടെയും ആ പതി ആയിട്ടുള്ള ഭഗവാൻ നമ്മളുടെ മനസ്സിൽ നിന്നും ഉണ്ടാവും എന്ന് പറയാണ്. അപ്പം ഇതില് വലിയൊരു കോൺട്രഡിക്ഷൻ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ്? ശരിക്ക് ഈ ഗോപികമാര് ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെ? മഹാത്മ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവര് സാധാരണ ഒരു മനുഷ്യ സ്ത്രീകളാണോ? അവരെല്ലാം വേദങ്ങളും അതുപോലെ ഋഷികളും ദേവകന്യകള് ഇങ്ങനെയുള്ള അവരോട് ഭഗവാൻ അവതാര സമയത്ത് അവരോട് പറഞ്ഞു, ഞാൻ അവിടെ യദുവംശത്തില് ജനിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ അവിടെ എന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് അവതരിക്കണം. അങ്ങനെയുള്ള സുന്ദരി മണ്ഡലേശ്ച, ഉപനിഷത്ത് സുന്ദരി മണ്ഡലേശ്ച എന്ന് പട്ടേരിപ്പാട് പറയുന്ന പോലെ ഈ ഉപനിഷത്തുക്കള്, വേദങ്ങള്, ഋഷികളൊക്കെയാണ് ഗോപ്യസ്തു ശ്രുതയോജ്ഞേയ ഋചോവൈ ഗോപകന്യകാഹ ദേവകന്യാശ്ച രാജേന്ദ്ര തപോയുക്ത മുമുക്ഷവ. അപ്പൊ ശരിക്ക് അന്ന് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ് യഥാർത്ഥത്തിൽ ഗോപികമാരായിട്ടുള്ളത് മാറിയത്. പല പുരാണങ്ങളിലും ആ ഗോപികമാരുടെ പേര് വരെ പറയുന്നതോടെ ഉഗ്രതപസ് എന്നുള്ള ഒരു മഹർഷി ഈ കൃഷ്ണാവതാര സമയത്ത് ഭഗവാനെ ഉപാസിച്ച് സുനന്ദനൻ എന്ന പേരായിട്ടുള്ള ഒരു ഗോപന്റെ മകളായിട്ട് ജനിച്ച് സുനന്ദ എന്ന രീതിയിൽ ഭഗവാന്റെ കൂടെ ഇന്ന് രാസം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ അവതരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വേറെ സത്യതപസ് എന്നുള്ള ഒരു ഋഷീശ്വരൻ. ആ സത്യതപസ്സാണ് പിന്നീട് സുഭദ്രൻ എന്നുള്ള ഗോപന്റെ മകളായിക്കൊണ്ട് സുഭദ്ര എന്ന പേരിൽ അവിടെ ഗോപികയായിട്ട് അവിടെ അവതരിച്ചു. സുഭദ്ര നാമനോ ഗോപസ്യ കന്യാ ഭദ്രേതി വിശ്രുത. ഇതിനൊക്കെ നമുക്ക് പുരാണങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രങ്ങളിലും ഇതെല്ലാം വിസ്തരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തില്
എന്താണ് 10 ലക്ഷണങ്ങൾ അവിടെ ഭഗവാന് ഭാഗവതത്തിന് പ്രത്യേകം ഉണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ഹരിധാമാവ് എന്ന ഋഷിയാണ് പിന്നീട് രംഗവേണി എന്ന പേരായിട്ടുള്ള ഒരു ഗോപികയായിട്ട് അവിടെ ഭഗവാന്റെ അടുത്ത് രാസലീലയായിട്ട് ചെല്ലാണ്. ജാബാലി എന്ന മഹർഷിയാണ് പിന്നീട് പ്രചണ്ഡൻ എന്ന ഗോപന്റെ പുത്രിയായിക്കൊണ്ട് ചിത്രാംഗത എന്ന പേരിൽ. ഇങ്ങനെ പല പുരാണങ്ങള് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാല് ആ ഗോപികമാരൊക്കെ പഴയ ഋഷീശ്വരന്മാരും അതുപോലെ വേദങ്ങള് ഉപനിഷത്തുകളൊക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഗോപികമാരെ ആദ്യം നമ്മൾ എന്താ വേണ്ടത്? ഈ ഗോപികമാരൊക്കെ അല്ലെ അവരെ ഈശ്വര ബുദ്ധിയ നമുക്ക് കണ്ടുകൊണ്ട് വേണം ഭഗവാന്റെ രാസലീലയെ കുറിച്ച്, രാസത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ശ്രീധരാചാര്യ സ്വാമികളുടെ ഒക്കെ ആ ഒരു സങ്കല്പം അതാണ്. ബ്രഹ്മാദി ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തി അത്യന്തം കുറച്ച് ഗൗരവത്തോട് അല്ലെങ്കിൽ ഗർവിഷ്ഠനായിക്കൊണ്ടുള്ള കാമദേവന്റെ ദർപ്പത്തെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഗോപികമാരോട് ഒത്ത് രാസക്രീഡാ രംഗത്തില് അലങ്കാരഭൂതനായിക്കൊണ്ട് ആ ശ്രീഭഗവതിയുടെ പതിയായിട്ടുള്ള മഹാവിഷ്ണു കൃഷ്ണരൂപത്തില് സർവോത്കർഷേണ ഇവിടെ ഭഗവാൻ ഗോപികമാരുടെ കൂടെ വന്നിരുന്നു എന്ന് പറയും. അപ്പം പരതാരങ്ങളോടൊത്ത് രമിക്കുന്നത് കാമദേവന്റെ അടിമത്വമല്ലേ എന്ന ഒരു സംശയത്തിന് ഒരു എന്താണ് ഉത്തരം എന്നുള്ള രീതിയിലാണ്. അപ്പൊ പലരും വിചാരിക്കുന്നത് ഇത് ഇനി പരീക്ഷത്തിനെ ചോദിക്കുന്നുണ്ട് ഇവിടെ അല്ലേ, ഈ ഇവരുടെ കൂടെ ഇങ്ങനെ കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കാമ പരവശയായിക്കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. എന്നാൽ ഈ ഈശ്വര ബുദ്ധിയ ഗോപികമാരെ കണ്ടുകൊണ്ട് വേണം നമുക്ക് രാസത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യോഗമായാമുപാശ്രിത, അതിനുവേണ്ടാണ് ഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പോലും എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഇനി വ്യക്തമായിട്ടൊരു ലളിതമായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഏത് ലീല ചെയ്താലും വിരോധമില്ലെന്ന്. പക്ഷെ അവിടെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. സമൂഹത്തിന് ദോഷമാവരുത്, അവർക്കും വേദനയാവരുത്. മറ്റുള്ളവർക്ക് വേദനയാവുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും അത് എന്താണ് സദ്ധർമ്മം അല്ലാതെ. പക്ഷേ എന്ത് കർമ്മങ്ങളായിക്കോട്ടെ ഈ കർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ദോഷം വരികയും ചെയ്യരുത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതാണ്. അപ്പൊ ഇവിടെ ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ അവിടെ പറയുന്നുണ്ട്, എന്താണ് പല രീതിയിൽ പറയുന്നുണ്ട്. യോഗമായാം ഉപാശ്രിത, അത് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇവിടെ ആ ലൗകികമായിട്ടുള്ള ഒരു കാമമല്ല അവിടെ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കാമം ഉണ്ടാവും. അത് എങ്ങോട്ടുണ്ടാവണം? അത് തൻ്റെ ഉള്ളിലുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഭാവമായിട്ടുള്ള ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ഭക്തിയാവും. ഈ ഭക്തിയാകുന്ന യഥാർത്ഥമായിട്ടുള്ള പ്രേമം എന്ന് പറയുന്നത് ഈ ഭഗവാനോടുള്ള ഭക്തിയാണ്. അതാണ് ഇവിടെ ഗോപികമാർക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഗോപികമാരുടെ കാമം എന്നുള്ളത് എന്തിനായിരുന്നു? ഭഗവാനെ കിട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അപ്പൊ കാമദേവന്റെ സ്വാധീനം തീരെ നിരാകരിക്കപ്പെടുക ആണ് ഇവിടെ. അത് തന്നെയല്ല ഇനി ഇവരുടെ മുമ്പിൽ എങ്ങനെയാ പ്രത്യക്ഷപ്പെടുന്നത്? മന്മഥ വെറും ലൗകികമായിട്ടുള്ള അല്ലെ ആ കാമദേവനെ പോലെ അല്ല അവിടെ ജയിച്ചത്. കാമദേവനെ ജയിച്ചുകൊണ്ടുള്ള കാമദേവനായിക്കൊണ്ടാണ് അവിടെ ഭഗവാൻ അവിടെ അവതരിച്ചത് എന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ലൗകികമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു പുരുഷ സ്ത്രീ ബന്ധത്തിലൂടെയുള്ള ലൈംഗികമായിട്ടുള്ള ഒരു കാമത്തിന്റെ അടിസ്ഥാനം ഇവിടുന്ന് ആദ്യം തന്നെ കളയാം. എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിനെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഗോപികമാരെ ഈശ്വര ബുദ്ധിയാ നമുക്ക് കാണാൻ സാധിക്കണം അവിടെ. അവര് വേദങ്ങളാണ്, ഉപനിഷത്തുകളാണ്. അവർക്ക് എന്തായാലും ഇതിന്റെ ലക്ഷണവും നിരോധം എന്നുള്ളതാണല്ലോ. ഇതിന്റെ ലക്ഷണം നിരോധമാണ്. അപ്പം
ഇവിടെ ആ ഒരു പ്രഥമ വീക്ഷണത്തില് ഒരു ശൃംഗാര രസപ്രധാനമായിട്ടുള്ള ഒരു കഥയായിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിലും അത് ശരിക്കും എന്തിനു വേണ്ടാണ്? ഏത് കാവ്യങ്ങളിലും അറിയാം ചില ചമൽക്കാരങ്ങളൊക്കെ വേണ്ടി വരും. അത് കാവ്യഭാവനയുടെ ഒരു ഭംഗിയാണ്, അല്ലേ? പ്രകൃതിയെ നമ്മൾ സുന്ദരിയായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ നമ്മൾ പ്രകൃതിയെ നമ്മൾ ആ രീതിയിലേക്ക് വർണ്ണിക്കുന്നുണ്ട് കവികള്. അപ്പം അത് അതിൻ്റെ ഒരു ചമത്കാരം മാത്രമാണ്. ഇവിടെ ശൃംഗാര കാവ്യം എന്നുള്ള ഒരു വ്യാജേന ഒരിക്കലും ഇതൊരു വ്യാജം മാത്രമാണ്. ശൃംഗാരം എന്നുള്ളത് എന്താണ്? വ്യാജം മാത്രമാണ്. എന്തിനു വേണ്ടാണ്? ഭഗവാനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട്, ഭഗവാനോട് ചേരുവാൻ വേണ്ടിയിട്ട് ഒരു ശൃംഗാര രസം അവിടെ അഭിനയിച്ചു എന്ന് മാത്രം, അല്ലേ? ഇവിടെ എന്താണ്? ശരിക്ക് നിവൃത്തിയാണ്. ഇവിടെ നിവൃത്തിപരമായിട്ടുള്ള ഒരു ആഖ്യാനമാണ് രാസലീല എന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും അതിൻ്റെ പ്രവൃത്തി പരത്തിലേക്ക് പോകരുത്. പ്രവൃത്തിപരമല്ല ഇതിൻ്റെത്, നിവൃത്തിയാണ് യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. ആ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശൃംഗാര ചേഷ്ടയായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഗോപികമാരുടെ പ്രേമഭക്തിയുടെ ഒരു ഉദാത്ത ഭാവമാണ് യഥാർത്ഥത്തിൽ രാസം. ഭഗവാനെ എന്താണ്? സർവഭാവേന സദാസമയവും അവരുടെ മനസ്സിന് സദാസമയവും ഈ ഒരു ശുദ്ധഭാവം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് സദാസമയവും ആ ശുദ്ധഭാവത്തെ അവര് ആഗ്രഹിക്കുന്നു, അവര് തന്നോട് ചേർത്ത് നിർത്തുന്നു. അപ്പം ഇങ്ങനെ ആ ഭഗവാനെ സർവഭാവേന ആശ്രയിക്കുന്നവർക്ക് നൽകുന്നതിൻ്റെ ഒരു പ്രതിഫലമാണ് യഥാർത്ഥത്തില് ഈ കാർത്യായനി വ്രതത്തിന്റെയും അല്ലെങ്കിൽ ഗോപികമാരുടെ ഈ ഒരു പ്രേമഭക്തികളെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെയും ഒക്കെ പരിണിത ഫലം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നിവൃത്തിപരത്വം ആണെന്നുള്ള ഒരു സത്യത്തെ അല്ലെങ്കിൽ ആ ഒരു സാക്ഷി ആയിക്കൊണ്ട് വേണം നമ്മൾ രാസയെ നമ്മൾ കാണുവാൻ, രാസലീലയെ നമ്മൾ കാണുവാൻ. ഈ രാസലീല വെറും ഒരു എന്താണ്? ബാലന്മാരുടെ, അല്ലെ? ഇപ്പം ഭഗവാന്റെ ആ സമയത്ത് 9 വയസ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുട്ടിക്കളികളാണെന്നും അതുപോലെ തന്നെ ജീവാത്മാവും പരമാത്മാവും ഉള്ള മേളനമാണ് എന്നും അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രക്ഷിപ്തമാണ് ഈ രാസലീല എന്നൊക്കെ പല രീതിയിൽ ഇന്ന് ആചാര്യന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ പണ്ഡിതൻ കേസരിയും ഭാഗവതോത്തമന്മാരിലൊക്കെ മുഖ്യനായിട്ടുള്ള സ്വർഗശ്രീമാനായിട്ടുള്ള പണ്ഡിറ്റ് ഗോപാൽ നായർ, അദ്ദേഹത്തിന്റെ നല്ലൊരു ചർച്ച തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് യുക്തം നിരാകരിക്കുന്നത് നമുക്ക് അതിലൂടെ, അദ്ദേഹത്തിന്റെ ആ ചർച്ചയിലൂടെ നമുക്ക് ഇവിടെ യുക്തം നമുക്ക് ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ. അപ്പം അങ്ങനെയുള്ള വിമർശനങ്ങളെ പല വിധത്തില് ന്യായ, വൈശേഷിക തുടങ്ങിയതായിട്ടുള്ള ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ശ്രീധരാചാര്യസ്വാമികളും മുതലായ വ്യാഖ്യാതന്മാരിൽ നിന്നും സ്വീകരിക്കപ്പെടാത്തതും മറ്റും ആകയാൽ മാനിക്കേണ്ടതില്ല എന്ന് പണ്ഡിത കേസരിയായിട്ടുള്ള ഗോപാൽ നായർ അദ്ദേഹം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിന്റെ നിഗമനം നമ്മൾ അത് വേണ്ട രീതിയിൽ അതിനെ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏത് ഭാവത്തിലാണോ അതിനെ കാണുന്നത് അതേ ഭാവത്തിൽ നമുക്ക് അവിടെ യാതൊരുവിധ കറയും നമുക്ക് അവിടെ തോന്നില്ല. ഇനി ഇത് ഒരു വശത്ത് നിൽക്കട്ടെ, മറ്റ് ഒരു വശത്തൂടെ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ ഭാവം നമ്മൾ നല്ല ഭാവത്തിലാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിലേക്ക് അതിനെ എടുക്കാം. ചീത്ത ഭാവത്തിലാണെങ്കിൽ എന്തായി? ചീത്തയായിട്ടേ നമ്മൾ കാണുള്ളൂ അവിടെ. അപ്പം ഇവിടെ രാസലീലയുടെ ദോഷവശകള് പലർക്കും അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ട് എങ്കിൽ അത് അവരുടെ ഉള്ളിലെ ഭാവത്തിന്റെ ദോഷം കൊണ്ടാണ്. നല്ല ഭാവത്തിലൂടെ മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. എന്തായാലും ഇപ്പം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ എന്ന് തന്നെ അവിടെ ആദ്യം തന്നെ അവിടെ തുടങ്ങി, അല്ലേ? ഭഗവാൻ എന്നാൽ എന്താണ്? ഐശ്വര്യാദി ഷഡ്ഗുണ സമ്പന്ന, അല്ലേ? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ ആ എല്ലാ 6 ഭഗങ്ങളും കൂടിയിട്ടുള്ള, ഗുണങ്ങളും കൂടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള
ആ ഈശ്വര തത്വമാണ് ഭഗവാൻ എന്നവിടെ പറയുന്നത്. യോഗമായ ഉപാശ്രിത എന്ന് അവിടെ അവസാനം പറയുന്നുണ്ട്. അപ്പൊ ഈ യോഗമായ പൂർണ്ണമായിട്ടും തന്റെ സ്വാധീനത്തിൽ ഇരിക്കുന്ന ഐശ്വര്യാദി ഷഡ്ഗുണ സമ്പൂർണനും ആത്മാരാമനും ആയിട്ടുള്ള ആ ഭഗവാന്റെ ഒരു ലീലാവിനോദം, ലീലാവിലാസങ്ങൾ, അത് നിവർത്തിപരങ്ങളല്ലാതെ എങ്ങനെ പ്രവർത്തിപരങ്ങളാകും? ഭഗവാന്റെ ലീലയാണ്, യോഗമായയാണ് ഇത് എന്ന് എടുത്തവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഭക്തപാരവശ്യം നമുക്കറിയാൻ ഭഗവാന്റെ ഭക്തിയെ കുറിച്ചൊക്കെ നവമസ്കന്ധത്തിൽ നമ്മൾ കണ്ടു അല്ലെ? അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര, ആ അംബരീഷോപാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗോപികമാരുടെ ഈ ഭക്തി പാരവേശ്യത്തോടു കൂടിയിട്ടുള്ള അവരുടെ ആ വ്രതാനുഷ്ഠാനത്തില് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അവരുടെ ഇംഗിതം സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് അന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു. ശരത്കാലമാകുന്ന സമയത്ത് ആ രാത്രികളിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ആ നിങ്ങൾ മോഹിക്കുന്നതായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തന്നിരിക്കും എന്ന് ഭഗവാൻ അവിടെ പ്രതിജ്ഞ ചെയ്തു. അന്ന് ഹേമന്തമാണ് ശരിക്കും അവിടെ. അപ്പം ഹേമന്തം അവരെ ഒരിക്കലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സമയമല്ല, ഋതുവല്ല, രമിപ്പിക്കുന്ന കാലമല്ല അത്. അതുകൊണ്ട് പിന്നെ ഒരു ശരത്കാലം വരെ അവിടെ ഭഗവാൻ കാത്തു നിന്നു എന്ന് പറയാണ്. ശരത്കാലം വന്നു വന്നപ്പോൾ അവിടെ മുല്ലപ്പൂവുകളൊക്കെ വിടർന്നു. അങ്ങനെ ആ പ്രകൃതി ആനന്ദം പകർന്നു. ശരത്കാല ചന്ദ്രൻ അല്ലെ? ശരത്കാല ചന്ദ്രൻ എന്താണ്? മനസ്സിന്റെ പ്രതീകമാണ് ചന്ദ്രൻ, തണുപ്പിന്റെ പ്രതീകമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഉദിച്ചങ്ങുയർന്ന സമയം, ആ സമയത്ത് നമ്മുടെ മനസ്സിനൊക്കെ കുളിരേകും അല്ലെ? നമുക്കറിയാം, ഒരു നിലാവുള്ള രാത്രിയില് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്നതായിട്ടുള്ള ഒരു അനുഭൂതി, ആ ഒരു ശാന്തത. അപ്പൊ ആ ശരത്കാല ചന്ദ്രൻ ശരിക്കും മനസ്സിന്റെ ആ കുളിരേകി അവിടെ ആ വൃന്ദാവനത്തിലൊക്കെ ആകമാനം ഒരു ഉത്സവ പ്രതീതി അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് തന്നെ ആണ് അല്പം രമിക്കുവാൻ വേണ്ടിയിട്ട് അവസരമെന്ന് ഭഗവാൻ കരുതിക്കൊണ്ടാണ് ഈ ശരത്കാലത്തെ അവിടുന്ന് സ്വീകരിച്ചതെന്ന് പറയാം. അപ്പം ഭഗവാൻ ആരാ ശരിക്കും യഥാർത്ഥത്തില്? നിവർത്തിപരനായിട്ടുള്ള അല്ലെ, ആത്മാരാമനാണ്. അപ്പം ഭഗവാൻ ആത്മാരാമനായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിട്ടുള്ള ഒരു ഉപാധികളെയും അവിടെ അവലംബിക്കേണ്ടതില്ല. അത് വ്യക്തമായിട്ട് നമുക്കറിയാം. അങ്ങനെ അവലംബിച്ചത് എന്തിനു വേണ്ടാണ്? യോഗമായാമുപാശ്രിത, ആ യോഗമായയെ മുൻനിർത്തിക്കൊണ്ട് ആണ് അവിടെ ആ ഭഗവാൻ ഗോപികമാർക്ക് വേണ്ടിയിട്ട് ആത്മാരാമത്വത്തിന് അല്ലാതായിരുന്നു എങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ദോഷം ഇതിനകത്ത് സംഭവിക്കുമോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ടാണ് ഭഗവാൻ പോലും യോഗമായെ കൊണ്ടാണ് കർത്തൃത്വം നിർവഹിച്ചത് എന്ന് ആദ്യം തന്നെ പറയുന്നു. ഭഗവാനപിതാരാത്രി ശരദോത്ഫുല്ല മല്ലിക ഇക്ഷിരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. അപ്പം ആ യോഗമായെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നു എന്ന് ആദ്യം തന്നെ അവിടെ പറയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അപി എന്ന് അവിടെ എടുത്തു പറയാൻ കാരണം. ഭഗവാൻ പോലും എന്ന് അവിടെ പറയുന്നു. അപ്പം ഭഗവാനായിട്ടും യോഗമായെ കൊണ്ടുവന്ന് കർത്തവ്യം അവിടെ നിർവഹിക്കുന്നു. അതിനാൽ കർത്തൃത്വം ഭഗവാനിൽ ആരോപിക്കേണ്ടതില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇതൊന്ന് കുറച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഈ 14 ലോകങ്ങളിലുമുള്ള ബ്രഹ്മാദി തുടങ്ങിയ ബ്രഹ്മാവ് മുതൽ അണു വരെ അല്ലെ, ബ്രഹ്മാദി സ്തംഭ പര്യന്തമുള്ള ജീവജാലങ്ങളെ പരമാനന്ദത്തിൽ ആറാടിച്ച് തന്റെ സർവോത്കൃഷ്ടത്വവും അത് എല്ലാവരിലും എത്തിക്കുക, പ്രഖ്യാപിക്കുക എന്നതാണ് യഥാർത്ഥത്തില് രാസലീലയുടെ രഹസ്യം. ഗൂഢോ ഗുഹ്യമപ്യുത എന്ന് ശൗനകാദികളോ അല്ലെ അവിടെ സൂതനോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഭാഗവതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള രഹസ്യം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ലീലാരഹസ്യം, ഭഗവാന്റെ ലീലാരഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് ഉറച്ച ഒരു ബോധ്യം ഉണ്ടാവണം.
അപ്പൊ സകല അണു മുതൽ ബ്രഹ്മാവ് പോലെയുള്ള സകല ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കസേരയുടെ സ്ഥാനം, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സ്, അത് ഉറപ്പിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആനന്ദം എന്നുള്ളതിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് രാസലീലയുടെ രഹസ്യം. ഇത്തരം ഈ ഒരു ലീല മറ്റാർക്കെങ്കിലും ചിന്തിക്കാൻ പോലും സാധ്യമാവുമോ എന്നും നമ്മൾ ആലോചിക്കുക. ആർക്കെങ്കിലും പറ്റുമെന്ന് ആലോചിക്കുക. എത്ര 500 കോടി ഗോപികമാരുടെ കൂടെ എല്ലാവർക്കും കൃഷ്ണനായിക്കൊണ്ട് നിന്നുകൊണ്ട് അവിടെ ആടി എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കരുതോ അവിടെ കൃഷ്ണനുണ്ടോ, ഗോപികമാരുണ്ടോ, അവരുടെ കൂടെ ഭഗവാൻ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര കണ്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ സാക്ഷാൽ അത് ഈശ്വരന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിനിപ്പോ 500 എന്നുള്ളതല്ല, സകല ജീവജാലങ്ങളും രാസലീലയില് രമിച്ചുകൊണ്ടിരിക്കുന്നവരാണത്. അപ്പൊ ശരിക്ക് ഗോപികമാര് നമുക്കറിയാം, ആ സപ്തമസ്കന്ധത്തില് നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗോപ്യകാമാൽ അല്ലെ. ഗോപികമാര് എടുത്തിരിക്കുന്നത് എന്താണ്? പ്രേമഭക്തിയാണ് അവരെടുത്തിരിക്കുന്നത്. പ്രേമഭക്തിയുടെ പ്രമാണം തത്ര ഗോപികാഹ. ഗോപികകള് പ്രേമഭക്തിക്ക് പ്രമാണമാണ്. അപ്പൊ ശരിക്ക് ഈ കാമം എന്നുള്ളത് ആഭ്യന്തര വികാരമാണ് ശരി, അല്ലെ? കാമം എന്നുള്ളതാണ് യഥാർത്ഥ ഉള്ളിലല്ലേ കാമം വേണ്ടത്. അപ്പൊ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലെ കാമം അത് ആരോടാണ്? അത് ഈശ്വരനോടാണ്. എന്നാൽ പ്രേമം അതിന്റെ ബഹിസ്ഫുരണമാണ് ശരിക്ക്. നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ, കാമത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ശരിക്കും യഥാർത്ഥത്തിൽ പ്രേമം. അപ്പം നൈസർഗികമായിട്ടുള്ള വികാരമായിട്ടുള്ള ഈ കാമം അത് ഭഗവാനോട് ചേർന്നാൽ, തൻ്റെ ഉള്ളിലുള്ള യാതൊരു മാലിന്യങ്ങളുള്ള ആ ശുദ്ധമായിട്ടുള്ള തന്നെ നയിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ബോധസ്വരൂപനോട് ചേർന്ന് കഴിഞ്ഞാൽ അതാണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. പ്രേമഭക്തി എന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? നാരദന്റെ ഭക്തി സൂത്രത്തിൽ എന്താ പറയുന്നത്? സാത്വസ്മിൻ പരമപ്രേമരൂപ, അല്ലെ? ഭക്തിയെ പറയുന്നത് എന്താണ്? സാ തു അസ്മിൻ പരമപ്രേമരൂപ. ഏറ്റവും ഉദാത്തമായിട്ടുള്ളത്, പ്രേമത്തിന്റെ ഉദാത്തമായിട്ടുള്ള രൂപം എന്നുള്ളത് അത് തൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധമായിട്ടുള്ള മനസ്സിനോട്, ആ ശുദ്ധമായിട്ടുള്ള ബോധസ്വരൂപനോട് ചേർന്ന് നിൽക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ പ്രേമസ്വരൂപം. ഭക്തന്മാര് ആ ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനുള്ള ഉപാധികളാണ്, അല്ലെങ്കിൽ ആ വഴികളാണ് യഥാർത്ഥത്തിലെ ഭക്തി എന്ന് പറയുന്നത്. സാത്വസ്മിൻ പരമപ്രേമരൂപ, പരമമായിട്ടുള്ള പ്രേമത്തിന്റെ ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുക, അല്ലെ? പ്രേമത്തിന്റെ ഏറ്റവും വലിയൊരു ഭാവം എന്താണ്? തന്നെ പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക്, അല്ലെ, അടിയറവ് വെക്കുക, ആത്മനിവേദനം എന്നുള്ളൊരു അത് ഗോപികമാരില് പൂർണ്ണമായിട്ടും ഇവിടെ പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കൃഷ്ണൻ എന്നുള്ളതല്ല, കൃഷ്ണന് വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവൻ എന്നവരെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്ക് രാസലീല നമ്മൾ ഇങ്ങനെ പോവുള്ളൂ. എന്തായാലും അത്ര കണ്ട് നമുക്ക് അത് ആസ്വദിക്കേണ്ട ഒരു ലീലയാണിത്. നമ്മളുടെ നിസാരമായിട്ട് നമ്മൾ അതിനെ ലൗകികമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോരാതെ ആവാതെ അതിനെ നമുക്ക് സമർത്ഥിച്ച് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള, കാരണം ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ആരുമായിട്ടാണ് അവിടെ രാസലീല ചെയ്യുന്നത്. ഈ രാസലീല ചെയ്യുന്ന സമയത്ത് ഓരോ ഗോപികമാരുടെയും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് അവരെ അനുഭവിക്കാൻ സാധിക്കുന്നു. ആലോചിച്ച് നോക്കൂ. അതും ഭാഗവത്തിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ കൂടെ രമിക്കുന്ന സമയത്തും ഭർത്താക്കന്മാർക്ക് ഗോപികമാരുടെ അവിടെ ബഹിസ്ഫുരണമായിക്കൊണ്ട് അവരുടെ കൂടെ തന്നെ അവരവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ആന്തരികമായിട്ടുള്ള ഒരു വികാരമാണ് കാമമെങ്കിൽ, പ്രേമം എന്നുള്ളത് ബഹിസ്ഫുരണം മാത്രമാണ്. അപ്പം അത് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഒരൊറ്റ ശ്ലോകം എടുത്തുള്ളൂ, ഇത്രയും പറയാനുണ്ട്. ഇത് നിർത്താൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ സമയത്തിന്റെ വൈകല്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്തായാലും ഈ രാസലീല നമുക്ക് ആസ്വദിച്ചു പോകണം. അപ്പൊ ഇന്നത്തെ പാരായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.